بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വാദ് മീഡിയയിലേക്ക് സ്വാഗതം. ഒരുപാട് കൂട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് +1 തഫ്സീർ 1-ാം പാഠം നമ്മൾ റിവിഷൻ ചെയ്യാണ്. കൂടുതൽ വിശദീകരണങ്ങളൊന്നുമില്ലാതെ പാഠഭാഗം പെട്ടെന്ന് വായിച്ച് അർത്ഥം പറയുക മാത്രമാണ് ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സൂറത്തു നബ മക്കിയായ സൂറത്താണ്. 40 ആയത്തുകളാണുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അൻ അയ്യി ഷൈഇൻ, അൻ മാ എന്നാണ് അല്ലെ, എന്തിനെ കുറിച്ചാണ്. അൻ അയ്യി ഷൈഇൻ, ഏതൊരു കാര്യത്തെ കുറിച്ചാണ്. യതസാഅലൂൻ, അവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യസ്അലു ബഅ്ദു ഖുറൈശിൻ ബഅ്ദൻ, ഖുറൈശികൾ ചിലർ ചിലരോട് അവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തെക്കുറിച്ചാണ്. അള്ളാഹു തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ഇട്ടിട്ട് അള്ളാഹു തന്നെ അതിന്റെ വിശദീകരണം തരികയാണ്. അനിൻ നബഇൽ അളീം, അൻ നബഉൽ അളീമിനെ കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖുറൈശികളുടെ ഇടയിലുള്ള ചർച്ച എന്താണ്? ആ മഹത്തായ വാർത്തയെ കുറിച്ചാണ്. അൻ നബഉൽ അളീം എന്നതിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വിശദീകരണം ബയാനുല്ലി ദാലിക ഷൈഅ, ആ അൻ അയ്യി ഷൈഇൻ എന്ന് നേരത്തെ ചോദിച്ചല്ലോ, അത് വിശദീകരിക്കുകയാണ്. ആ ദാലിക ഷൈ, ആ വസ്തു, ആ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹ് തന്നെ പറയാണ് അൻ നബഉൽ അളീമാണ് എന്ന്. അൻ നബഇൽ അളീം എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആയത്ത് ബയാനുല്ലി ദാലിക ഷൈ, ആ ഷൈഇന്റെ വിശദീകരണമാണ്. അതെന്താണ്? വഹുവ മാ ജാഅ ബിഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളാണ്. മിനൽ ഖുർആൻ, ഖുർആനാകുന്ന നബി തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൽ നിന്നുള്ള വഹയായിട്ട് റസൂലുള്ളാഹി സംസാരിക്കുന്ന വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനെ കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണ്? അൽ മുസ്തമിലി അലൽ ബഅസി വഗൈരിഹി, ബഅസിനെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഖുർആൻ, പുനർജീവിതത്തെക്കുറിച്ചും മറ്റു പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ് അവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലദീ, ആ ഖുർആനിന്റെ പ്രത്യേകത എന്താണ്? അൻ നബഉൽ അളീമിന്റെ പ്രത്യേകത എന്താണ്? അല്ലദീ, അത്, ഹും ഫീഹി മുഖ്തലിഫൂൻ, അവർ അതിൽ അഭിപ്രായ ഭിന്നതയുള്ളവരാണ്. അതിൽ അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിഷയത്തിൽ അവർ പരസ്പരം തർക്കിക്കുകയും ഭിന്നിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള അൻ നബഉൽ അളീമിനെ കുറിച്ചാണ് അവർ പരസ്പരം ചോദിക്കുന്നത്. യാനി, അതായത് അന്നാസു ഫീഹി ഫരീഖാനി, ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ ജനങ്ങൾ രണ്ട് വിഭാഗമാകുന്നു. ജനങ്ങൾ ഈ വിഷയത്തിൽ രണ്ട് ഗ്രൂപ്പാണ്. മുഅ്മിനുൻ ബിഹി വ കാഫിറുൻ, അതുകൊണ്ട് വിശ്വസിക്കുന്നവരുമുണ്ട്, വിശ്വസിക്കാത്തവരും ഉണ്ട്. വഖാല തആല, അല്ലാഹു തആല പറയുന്നു, മുതവഇദൻ ലിൽ മുൻകിരിൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ നിഷേധിക്കുന്ന ആളുകളോട് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് അല്ലാഹു തആല പറയുന്നു, കല്ല, അങ്ങനെയൊന്നുമല്ല, സയഅലമൂൻ, തീർച്ചയായും അവർ അറിയുന്നതാണ്. സുമ്മ, പിന്നെയും, കല്ല സയഅലമൂൻ, തീർച്ചയായും അവർ അറിയുന്നത് തന്നെയാണ്. ഹാദാ തഹ്ദീദുൻ ഷദീദ്, ഇതിങ്ങനെ ആവർത്തിച്ചൊക്കെ പറയുമ്പം സുമ്മയും കല്ലയും ഒക്കെ ചേർത്തുകൊണ്ട് അല്ലാഹു തആല അത് വളരെ ശക്തമായിട്ട് എന്ത് ചെയ്യാണ്? തഅ്കീദ് ചെയ്തുകൊണ്ട് പറയണം. എന്തുകൊണ്ട്? ഹാദാ തഹ്ദീദുൻ ഷദീദ്, ഇത് ശക്തമായ ഒരു ഭീഷണിപ്പെടുത്തലാണ്, അല്ലെങ്കിൽ ഒരു ശക്തമായ താക്കീത് നൽകലാണ്. സുമ്മ അശാറ തആല, ഇങ്ങനെ അവരെന്തായാലും അറിയൂട്ടോ, വേണ്ടട്ടോ, അവർ അത് മനസ്സിലാക്കൂട്ടോ എന്ന് അല്ലാഹു തആല പറയുന്നത് ഒരു ശക്തമായ താക്കീതാണ്. സുമ്മ അശാറ തആല ഇലൽ അദില്ലത്തി ദാല്ലത്തി അലാ ഖുദ്റതിഹി, സുമ്മ അശാറ തആല, എന്നിട്ട് അല്ലാഹു തആല സൂചന നൽകുന്നു, ഇലൽ അദില്ലത്തി ദാല്ലത്തി അലാ ഖുദ്റതിഹി, അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ അറിയിക്കുന്ന തെളിവുകളിലേക്ക്. എന്തിനുള്ള ഖുദ്റത്ത്? അലൽ ബഅസി, പുനർജീവിപ്പിക്കാൻ അല്ലാഹുവിനുള്ള ഖുദ്റത്തിനെ അറിയിക്കുന്ന തെളിവുകളിലേക്ക് അല്ലാഹു തആല സൂചനകൾ തരികയാണ് ഇനി അങ്ങോട്ടുള്ള ആയത്തുകളിൽ. ഫഖാല, എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, അലം നജ്അലിൽ അർള മിഹാദ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ അല്ലാഹ് ഇങ്ങനെ എണ്ണി പറയാണ്. വൽ ജിബാല ഔതാദ വഖലഖ്നാകും അസ്വാജ, ഇങ്ങനെയൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ലയോ? ഇതിനൊക്കെ കഴിവുള്ള റബ്ബിന് നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ പുനർജീവിപ്പിക്കുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അള്ളാഹു തആല തെളിവുകളായിട്ട് പറയുന്നത്? അലം നജ്അലിൽ അർള മിഹാദ, അർളിനെ, ഭൂമിയെ നാം ഒരു മിഹാദാക്കിയില്ലയോ? മിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു വിരിപ്പ് എന്നർത്ഥം മനസ്സിലാക്കുക. ഫിറാഷൻ കൽ മഹ്ദി, മഹ്ദ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, തൊട്ടിലാണ് അല്ലെ. തൊട്ടിൽ പോലെ ഒരു വിരിപ്പാക്കിയില്ലയോ? മനോഹരമായ ഉപമയാണത് അല്ലെ. ഭൂമി നമ്മളെ, മനുഷ്യരെ
എത്ര മനോഹരമായാണ് ഒരു തൊട്ടിലിൽ ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ ഭൂമി നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെയും കൊണ്ട് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ രീതിയിലുള്ള സെറ്റപ്പും തന്നുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, അല്ലെ, എത്ര സുഖകരമായിട്ടാണ് ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമുക്ക് നടക്കാം, നമുക്ക് വാഹനങ്ങൾ ഓടിക്കാം, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ ചെയ്യാം. അതിനാവശ്യമായ പലതരത്തിലുള്ള ഫോഴ്സുകളും കാര്യങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ അള്ളാഹു തആല കൃത്യമായി സംവിധാനിച്ചുകൊണ്ടാണ് ഭൂമിയിലേക്ക് മനുഷ്യരെ സൃഷ്ടിച്ചയച്ചിരിക്കുന്നത്. മറ്റു ഗ്രഹങ്ങളിലെ പോലെയുള്ള പ്രയാസങ്ങളൊന്നും നമുക്കിവിടെ ഇല്ല. അതുകൊണ്ട് ഭൂമിയെ നാം ഒരു വിരിപ്പാക്കി തന്നില്ലയോ നിങ്ങൾക്ക്? ഒരു തൊട്ടിൽ പോലെ മനോഹരമായ ഒരു വിരിപ്പാക്കി തന്നില്ലയോ? വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ ആണികളാക്കി തന്നില്ലയോ? തസ്ബുതു ബിഹൽ അർളു, അങ്ങനെ ആ ആണികൾ കൊണ്ട് ഈ ഭൂമി എന്ത് ചെയ്യും? സ്ഥിരമായി ഒന്ന് ഉറച്ചു നിൽക്കും. അതിലൊക്കെ വലിയ സയൻസ് ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? പർവ്വതങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഭൂമി എന്താവാത്തത്, ഭൂമി പിന്നെ വളരെ കൃത്യമായ രീതിയിൽ അതിങ്ങനെ നിലനിൽക്കുന്നത്. അതിന്റെ ഭൂമിയുടെ ഷേപ്പിലും കാര്യങ്ങളിലും ഒക്കെ പർവ്വതങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ പർവ്വതങ്ങൾ ആണികളാക്കി തന്നിരിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് ആ ആണികൾ കൊണ്ട് ഭൂമിയെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. വഖലഖ്നാകും അസ്വാജ, നിങ്ങളെ നാം ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു. ദുകൂറൻ വ ഇനാസൻ, പുരുഷനും സ്ത്രീയും ഒക്കെ ആയിട്ട് ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു. വജഅൽനാ നൗമകും സുബാത്ത, നിങ്ങളുടെ ഉറക്കത്തെ നാം ഒരു വിശ്രമമാക്കിയിരിക്കുന്നു. റാഹത്തൻ ലി അബ്ദാനിക്കും, നിങ്ങളുടെ ശരീരങ്ങൾക്കുള്ള ഒരു വിശ്രമമാക്കിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ആക്കി തന്നില്ലയോ അല്ലെ? ആദ്യം അലം, ഞാൻ അങ്ങനെ ആക്കി തന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്. ഭൂമിയെ വിരിപ്പാക്കി തന്നില്ലയോ? പർവ്വതങ്ങളെ ആണികളാക്കിയില്ലയോ? നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചില്ലയോ? നിങ്ങളുടെ ഉറക്കത്തെ നിങ്ങൾക്ക് വിശ്രമമാക്കി തന്നില്ലയോ? വജഅൽനൽ ലൈല ലിബാസ, ലൈലിനെ നിങ്ങൾക്കൊരു വസ്ത്രമാക്കി തന്നില്ലയോ? രാത്രിയെ നാം ഒരു വസ്ത്രമാക്കി തന്നില്ലയോ? സാത്തിറം ബി സവാദിഹി, അതിന്റെ ആ കറുപ്പ് കൊണ്ട്, അതിന്റെ ആ ഇരുട്ട് കൊണ്ട് അത് നമ്മളെ മറച്ചു പിടിക്കുന്ന രീതിയിൽ, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും സ്വകാര്യത ലഭിക്കുന്ന രീതിയിൽ അതിനെ നാം ഒരു വസ്ത്രമാക്കി തന്നില്ലയോ നിങ്ങൾക്ക്? വജഅൽനൻ നഹാറ മആശ, പകലിനെ നിങ്ങൾക്ക് മആശ്, ജീവിതമാക്കി തന്നില്ലയോ? അതായത് വഖ്തല്ലിൽ മആയിശി, ജീവിത വൃത്തികൾക്കുള്ള, ജീവിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, ജോലി ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെയുള്ള സമയമാക്കി തന്നില്ലയോ? വബനൈന ഫൗഖക്കും, അല്ലെ, പകൽ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ്. നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന, വളരെ സമാധാനത്തോടുകൂടെ നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ കഴിയുന്ന സമയമാണ്. അങ്ങനെ പകലിനെയും നാം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു. വബനൈന ഫൗഖക്കും, നിങ്ങൾക്കുമേൽ നാം സൃഷ്ടിച്ചു, നാം ഉണ്ടാക്കി, സബ്അൻ, 7 എണ്ണത്തെ, അതായത് 7 സമാവാത്ത്, 7 ആകാശങ്ങളെ, ഷിദാദൻ, ശക്തമായ, ഖവിയ്യതൻ, ശക്തമായ, മുഹക്കമതൻ, ദൃഢതയുള്ള, ലാ യുഅസ്സറു ഫിഹാ, അല്ലെങ്കിൽ ലാ യുഅസ്സിറു ഫിഹാ മുറൂറുസ് സമാൻ, കാലങ്ങൾ ഇങ്ങനെ കാലഘട്ടം കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് അതിൽ തേയ്മാനം വരികയോ മറ്റ് പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള വിള്ളലുകൾ ഉണ്ടാവുകയോ ചെയ്യുകയില്ല. അങ്ങനെയുള്ള കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോകാത്ത ദൃഢമായ ശക്തമായ 7 ആകാശങ്ങളെ നിങ്ങൾക്കുമേൽ നാം ഉണ്ടാക്കുകയും ചെയ്തു. വജഅൽനാ സിറാജൻ വഹാജ, ശക്തമായി ജ്വലിക്കുന്ന വിളക്കിനെയും നാം ആക്കി. ആരാണത്? സൂര്യനാണ് അല്ലെ? മുനീറൻ വഖാദൻ, വളരെ ശക്തമായി ജ്വലിക്കുകയും പ്രകാശിക്കുകയും ചെയ്യുന്ന വിളക്കിനെ, യാനി അശംസ്, അതായത് സൂര്യനെയും നാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ നാം ആക്കി. വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി, അതുപോലെ തന്നെ മേഘങ്ങളിൽ നിന്ന്. മുഅ്സിറാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അല്ലെ, അസീർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, ജ്യൂസ് പിഴിഞ്ഞെടുക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ആ ഒരു അർത്ഥത്തിലുള്ള, അങ്ങനെ ഒരു അർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് മുഅ്സിറാത്ത് എന്നൊരു പദം അള്ളാഹു ഉപയോഗിക്കുന്നത്. അതായത് അസ്സഹാബാത്ത്, മേഘങ്ങൾ, മഴമേഘങ്ങൾ, അല്ലത്തി ഹാന ലഹ അൻ തംതുർ, മഴ പെയ്യാനായി നിൽക്കുന്ന, മഴ പെയ്യാൻ അടുത്തിരിക്കുന്ന മേഘങ്ങളിൽ നിന്ന് നാം ഇറക്കുകയും ചെയ്തു. മാ അൻ സജ്ജാജ, മാ എന്ന് പറഞ്ഞാൽ വെള്ളം, സജ്ജാജ എന്ന് പറഞ്ഞാൽ സബ്ബാബ, കുത്തി ഒലിക്കുന്ന അല്ലെങ്കിൽ കോരിച്ചൊരിയുന്ന വെള്ളം മഴമേഘങ്ങളിൽ നിന്ന് നാം ഇറക്കുകയും ചെയ്തില്ലയോ? എന്തിനു വേണ്ടിയിട്ട്? ലിനുഖ്രിജ ബിഹി, ആ മഴമേഘങ്ങളെ കൊണ്ട് നാം പുറപ്പെടുവിക്കാൻ വേണ്ടി, ഹബ്ബൻ, വിത്തുകളെ, വനബാത്തൻ, സസ്യങ്ങളെ, വിത്തുകളെ മുളപ്പിക്കാനും സസ്യങ്ങളെ വളർത്തിയെടുക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി നാം മഴമേഘങ്ങളിൽ നിന്ന് കോരിച്ചൊരിയുന്ന വെള്ളം തന്നില്ലയോ? വജന്നാത്തിൻ അൽഫാഫ, അതേപോലെ തന്നെ അൽഫാഫായിട്ടുള്ള, മുൽത്തഫത്തായിട്ടുള്ള, വളരെ തിങ്ങി നിറഞ്ഞ സമൃദ്ധമായ ബസാത്തീന്, തോട്ടങ്ങൾ.
ജന്നാത്ത് എന്ന് പറഞ്ഞാൽ ബസാത്തീൻ, അൽഫാഫൻ എന്ന് പറഞ്ഞാൽ മുൽത്തഫത്തൻ, അല്ലെ? അപ്പൊ സമൃദ്ധമായി നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളും സസ്യങ്ങളും വിത്തുകളും ഒക്കെ ധാന്യങ്ങളും ഒക്കെ ആ മഴ കാരണം നാം ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നാം എന്ത് ചെയ്തിരിക്കുന്നു? മഴമേഘങ്ങളിൽ നിന്ന് മഴയും വർഷിപ്പിച്ചു, വെള്ളവും വർഷിപ്പിച്ചു തന്നു. അപ്പൊ ഇതൊക്കെ നാം ചെയ്തു തന്നിട്ടില്ലയോ? ഇതിനൊക്കെ സാധിക്കുന്ന അല്ലാഹു. ഇതിലെ ഓരോ ആയത്തുകളും നമുക്ക് ഒരു പുസ്തകം തന്നെ ഉണ്ടാക്കാൻ അത്രയും വിശദീകരണങ്ങൾ നൽകാൻ കഴിയുന്ന അത്ര വിപുലമായ അർത്ഥമുള്ള ആയത്തുകളാണ്. ഇതിങ്ങനെ അല്ലാഹു തആല കുറെ തെളിവുകൾ പറഞ്ഞു. എന്താണ് ഈ തെളിവുകളുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെയധികം ആലോചിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ സംഗതികൾ ഈ ഓരോ പോയിന്റിലും. ഭൂമിയെ വിരിപ്പാക്കി എന്ന് പറയുന്നതിൽ, ആകാശത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൽ, സൂര്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൽ, രാത്രിയെയും പകലിനെയും കുറിച്ച് പറയുന്നതിൽ, പർവ്വതങ്ങളെ ആണിയാക്കി എന്ന് പറയുന്നതിൽ, മഴമേഘങ്ങളിൽ നിന്ന് മഴ വർഷിപ്പിക്കുകയും അതിൽ നിന്ന് സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നതിൽ, അതിലൊക്കെ വലിയ ആശയങ്ങളുടെ കലവറ തന്നെ ഉണ്ട്. നമുക്കിപ്പം നമ്മളൊരു ക്വിക്ക് റിവിഷൻ ആയതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടില്ലയോ? അതൊക്കെ ചെയ്യുന്ന അള്ളാഹുവിന് നിങ്ങളെ പുനർജീവിപ്പിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ നന്മകൾക്ക് പ്രതിഫലം നൽകുക, തിന്മകൾക്ക് ശിക്ഷ നൽകുക എന്നതൊന്നും ഒരു വലിയ കാര്യമല്ല എന്നാണ് ഇത്രയും പറഞ്ഞതിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ബഅസിനെ കുറിച്ച് ഉൾക്കൊള്ളുന്ന ഖുർആനിനെ കുറിച്ചാണ് അവർ തർക്കിക്കുകയും ഭിന്നിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പലരും അവിശ്വസിച്ചു കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്, അല്ലെ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇന്ന യൗമൽ ഫസ്ലി, തീർച്ചയായും ഫസ്ലിന്റെ ദിവസം. ഫസ്ൽ എന്ന് പറഞ്ഞാല് കൃത്യമായി വേർതിരിക്കുന്ന ദിവസം. കഠിനമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് മനുഷ്യരെ, ബൈനൽ ഖലായിഖ്, സൃഷ്ടികളെ 2 വിഭാഗങ്ങളാക്കി വേർതിരിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം കാന മീഖാത, അത് കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമയമാകുന്നു. വഖ്തൽ ലിസ്സവാബി വൽ ഇഖാബ്, പ്രതിഫലവും ശിക്ഷയും നൽകപ്പെടുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമയമാകുന്നു അത്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ യൗമുൽ ഫസ്ൽ ഉണ്ടല്ലോ, അതായത് ആ ദിവസം എന്ന് പറഞ്ഞാൽ യൗമ യുൻഫഖു ഫിസ്സൂർ, സൂറിൽ ഊതുന്ന ദിവസമാകുന്ന ആ ദിവസം. സൂറിൽ ഊതുന്ന ദിവസം തന്നെയാണ് എന്ത്? യൗമുൽ ഫസ്ൽ എന്ന് പറയുന്ന ദിവസവും. അപ്പോൾ അതാണ് ബദൽ മിൻ യൗമിൽ ഫസ്ൽ എന്ന് അവിടെ തഫ്സീർ കൊടുക്കാൻ കാരണം. ഇതൊരു നഹ്വി ആയിട്ടുള്ള നിയമമാണ്. ബദൽ എന്താണെന്നൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? എന്താണ് ബദൽ എന്ന് പറഞ്ഞാൽ? ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് അതിനെ തന്നെ സൂചിപ്പിക്കാൻ മറ്റൊരു വാക്കും കൂടെ ഉപയോഗിക്കുമ്പോഴാണ് ബദൽ എന്ന് പറയാം. ഒരേ അർത്ഥത്തിലുള്ള അല്ലെങ്കിൽ ഒരേ വസ്തുവിനെ സൂചിപ്പിക്കുന്ന 2 പദങ്ങളായിരിക്കും. അപ്പൊ ഇന്ന യൗമുൽ ഫസ്ലി, വേർതിരിക്കുന്ന ദിവസം, സൃഷ്ടികൾക്കിടയിൽ വേർതിരിക്കപ്പെടുന്ന, സൃഷ്ടികൾക്കിടയിൽ വിവേചിക്കപ്പെടുന്ന ദിവസം, അതായത് യൗമ യുൻഫഖു ഫിസ്സൂർ, സൂറിൽ ഊതുന്ന ദിവസം. ഫതഅതൂന, അപ്പോൾ നിങ്ങൾ വരും, മിൻ ഖുബൂരിക്കും, നിങ്ങളുടെ ഖബറുകളിൽ നിന്ന്, ഇലൽ മൗഖിഫിൽ ഹിസാബിലേക്ക്, അല്ലെ? വിചാരണക്ക് വേണ്ടി ആളുകൾ നിലകൊള്ളുന്ന മഹ്ശറിലേക്ക് നിങ്ങൾ വരികയും, നിങ്ങൾ അന്ന് വരും. അഫ്വാജൻ, എങ്ങനെ വരും? കൂട്ടമായി വരും. ജമാഅത്തൻ മുഖ്തലിഫത്തൻ, വ്യത്യസ്തങ്ങളായ കൂട്ടങ്ങളായിട്ട്, വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളായിട്ട് നിങ്ങൾ ആ ദിവസം വരും. വഫുതിഹത്തിസ് സമാഉ, അന്ന് ആകാശം തുറക്കപ്പെടും. ഫകാനത് അബ്വാബ, അതൊരുപാട് വാതിലുകളായി, ഒരുപാട് കവാടങ്ങളായി തീരും എന്ന് പറഞ്ഞാൽ ദാത്ത അബ്വാബിൻ, ഒരുപാട് കവാടങ്ങളായി തീരും എന്ന് പറഞ്ഞാൽ കവാടങ്ങൾ ഉള്ളതായിട്ട്. ആകാശം തന്നെ കവാടമായി തീരും എന്ന് പറയുമ്പോൾ എന്താണ്? അത്രയും ഒരുപാട് കവാടങ്ങൾ അവിടെ ഉണ്ടാകും. എന്തിനു വേണ്ടി? ലിനുസൂലിൽ മലായികത്തി, മലക്കുകൾക്ക് ഇറങ്ങി വരാൻ വേണ്ടി. അപ്പൊ ആകാശം തുറക്കപ്പെടും, അങ്ങനെ അത് കവാടങ്ങളായി തീരും. അങ്ങനെ ഒരുപാട് മലക്കുകൾ അവിടെ നിന്ന് ഇറങ്ങി വരും. വസുയ്യറത്തിൽ ജിബാലു, പർവ്വതങ്ങൾ അന്നത്തെ ദിവസം എന്ത് ചെയ്യും? സഞ്ചരിക്കും, ചലിപ്പിക്കപ്പെടും. ദുഹിബ ബിഹ അൻ അമാകിനിഹ, അതിന്റെ സ്ഥാനത്ത് നിന്ന്, പർവ്വതങ്ങളെ അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കപ്പെടും. ഫകാനത് സറാബ, അത് വെറും ധൂളികളായി, പൊടിപടലങ്ങളായി മാറും. ഹബാഅൻ, പൊടിയായി, ധൂളിയായി മാറും. ഐ മിസ്ലഹു ഫി ഖിഫത്തി സൈരിഹ, അതിന്റെ സഞ്ചാരത്തിന്റെ എളുപ്പത്തിൽ, ആ പൊടികൾ പാറുന്ന കണ്ടിട്ടില്ല? എത്ര സിമ്പിൾ ആയിട്ടാണ് അത് പാറിപ്പോവുക. അതുപോലെ ആയിത്തീരും പർവ്വതങ്ങളും. അത്ര എളുപ്പത്തിൽ പർവ്വതങ്ങളൊക്കെ പാറിപ്പോകുന്നതായിട്ട് അന്നത്തെ ദിവസം നിങ്ങൾക്ക് കാണാൻ പറ്റും, മാറിപ്പോകും. അപ്പോൾ അതാണ് സുയ്യിറത്തിൽ ജിബാൽ ഫകാനത് സറാബ, അത് ധൂളി പടലമായി മാറും. ഇന്ന ജഹന്നമ കാനത് മിർസാദ, ഇനി മാത്രമല്ല ഇന്ന ജഹന്നമ, തീർച്ചയായും ജഹന്നം. അപ്പൊ ആ ദിവസത്തിന്റെ വിശദീകരണങ്ങൾ തൽക്കാലം അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ അതിന്റെ ബാക്കിയുള്ള കുറച്ച് വിഷയങ്ങളിലേക്ക് പോവാണ്. ഇത്രയും പറഞ്ഞത് എന്താണ്? യൗമുൽ ഫസ്ലിനെ കുറിച്ചാണ്. അത് യൗമ യുൻഫഖു ഫിസ്സൂർ ആണ്. അന്ന് നിങ്ങൾ ഇങ്ങനെ അഫ്വാജായിട്ട് വരും, സമാ തുറക്കപ്പെടും, പർവ്വതങ്ങളൊക്കെ ചലിപ്പിക്കപ്പെടും, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ദിവസമാണ് അത്. ഇന്ന ജഹന്നമ കാനത് മിർസാദ, അതിന്റെ ബാക്കി തന്നെയാണെന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ പുതിയൊരു വിശദീകരണം, പുതിയൊരു കാര്യത്തിലേക്ക് അല്ലാഹു തആല കടക്കുന്നതായിട്ടും മനസ്സിലാക്കാം. രണ്ടായാലും അർത്ഥത്തിൽ നമുക്കത് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയും.
ഇന്ന ജഹന്നമ കാനത് മിർസാദ, അന്നത്തെ ദിവസം അല്ലെങ്കിൽ തീർച്ചയായും നരകം എന്ന് പറയുന്നത്, ജഹന്നം എന്ന് പറയുന്നത്, ജഹന്നം നരകത്തിന്റെ പേരാണ്. കാനത് മിർസാദ, അതെന്താണ്? അതിങ്ങനെ മിർസാദ് എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നതാണ്, അല്ലെങ്കിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അന്നത്തെ ദിവസം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അത് ഓൾറെഡി കാത്തിരിക്കുകയാണ്. ലിത്താഗീന മആബ, അതെന്താണ്? അത് ത്വാഗീങ്ങൾക്കുള്ള മആബാകുന്നു. അതായത് ത്വാഗീൻ എന്ന് പറഞ്ഞാൽ ആരാ? അക്രമം ചെയ്യുന്ന, അള്ളാഹുവിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന നിഷേധികളായ ആളുകൾ, അല്ലെ? അൽ കാഫിരീന, നിഷേധികളായ ആളുകൾ. അവർക്കുള്ള മആബൻ മർജിഅൻ ലഹും, അവർക്കുള്ള അഭയസ്ഥാനമാകുന്നു അത്. ഫയദ്ഖുലൂനഹ, അപ്പൊ അന്നത്തെ ദിവസം അവരെന്ത് ചെയ്യും? അതിൽ പ്രവേശിക്കും. നരകം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, അത് അവിശ്വാസികൾക്കുള്ള അഭയ കേന്ദ്രമാകുന്നു. ലാബിസീന ഫീഹ അഹ്ഖാബ, ലാബിസീന മുഖദ്ദറൻ ലുബ്സുഹും, അവരുടെ താമസം കണക്കാക്കപ്പെട്ടതായിട്ട്, ഫീഹ അതിന്റെ അകത്ത്, ആ നരകത്തിൽ, അഹ്ഖാബൻ എത്രയോ കാലങ്ങൾ, ദുഹൂറൻ ലാ നിഹായത ലഹ, അനന്തമായ കാലം, അറ്റമില്ലാത്ത കാലം അവരുടെ താമസം അതിൽ കണക്കാക്കപ്പെട്ടവരായ അവസ്ഥയിൽ അവർക്കുള്ള മആബാകുന്നു അത്, അവർക്കുള്ള അഭയകേന്ദ്രമാകുന്നു അത്. ലാ യദൂഖൂന ഫീഹ, അതിൽ അവർ രുചിക്കുകയില്ല, ബർദൻ വലാ ശറാബ, ബർദും ഷറാബും. ബർദ് എന്ന് പറഞ്ഞാൽ തണുപ്പ്, ഷറാബ് എന്ന് പറഞ്ഞാൽ പാനീയം, കുടിക്കാനുള്ള എന്തെങ്കിലും. അപ്പൊ അവിടെ അവർക്ക് ഒരു തണുപ്പും അവിടെ അവർ രുചിക്കുകയില്ല, അതേപോലെ തന്നെ ഒരു പാനീയവും അവരവിടെ കുടിക്കുകയില്ല. ഇല്ല ഹമീമൻ വഗസ്സാഖ, ഹമീമും ഗസ്സാഖും അല്ലാതെ. ഹമീം എന്ന് പറഞ്ഞാല് മാഉൻ ഹാറുൻ ഫീ ഗായത്തിൽ ഹറാറ, അങ്ങേയറ്റത്തെ ശക്തമായ ചൂടുള്ള വെള്ളം, അതിശക്തമായ അഗ്നിജലം എന്നൊക്കെ പറയാൻ പറ്റുന്ന അതിശക്തമായ ചൂടുള്ള വെള്ളം, അതിനാണ് ഹമീം എന്ന് പറയാം. വഗസ്സാഖൻ, ഗസ്സാഖ് എന്ന് പറഞ്ഞാല് നരകത്തിലുള്ള ആളുകളുടെ ചീഞ്ചലം, നരകത്തിലുള്ള ആളുകളുടെ ശരീരത്തിൽ വ്രണങ്ങൾ വന്ന് പഴുത്ത് പൊട്ടിയൊലിക്കുന്ന വൃത്തികെട്ട ചലം. മിൻ സദീദി അഹ്ലിന്നാർ, നരകാവകാശികളുടെ ശരീരത്തിൽ നിന്നൊലിക്കുന്ന സദീദ്, അതിൽ നിന്ന് ഒലിക്കുന്ന ആ ചലത്തെയാണ് ഗസ്സാഖ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗസ്സാഖ് അവർക്ക് കുടിക്കാൻ കൊടുക്കും. നിങ്ങൾ വെള്ളത്തിന് വേണ്ടിയിട്ട് നരകത്തിലെ കഠിനമായ ചൂടിൽ കിടന്ന് ദാഹിച്ചവശരായി പ്രയാസപ്പെടുമ്പോൾ വെള്ളത്തിന് വേണ്ടിയിട്ട് അവരിങ്ങനെ അലറി വിളിക്കുമ്പം അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് ഒന്നുകിൽ നരകവാസികളുടെ ചീഞ്ചലം, അല്ലെങ്കിൽ അതിശക്തമായ ചൂടുള്ള വെള്ളം. ഈ വെള്ളത്തെക്കുറിച്ചൊക്കെ ഖുർആനിലെ മറ്റു സ്ഥലങ്ങളിൽ വിശദീകരണങ്ങൾ വരുന്നുണ്ട്. അത് കുടിക്കുമ്പം അവർക്ക് അവരുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പൊള്ളിപ്പോകും എന്നൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് തഫ്സീറുകളിൽ. ഏതായാലും അതാണ് അവർക്ക് കുടിക്കപ്പെടുക, അതല്ലാതെ അവരവിടെ രുചിക്കുകയില്ല. ജസാഅൻ വിഫാഖ, യോജിച്ച പ്രതിഫലം ലി അഅ്മാലിഹിം, അവരുടെ അമലിനുള്ള യോജിച്ച പ്രതിഫലമായിട്ട് അതാണ് അവർക്ക് നൽകപ്പെടുക, ആ നരകമാണ് അവർക്ക് ഉണ്ടാവുക. ഫൽ കുഫ്റു അഅ്ളമു ദംബ്, അവിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപാണ്. വന്നാറു അഅ്ളമു അദാബ്, അപ്പൊ ഏറ്റവും വലിയ പാപത്തിന് ഏറ്റവും വലിയ പ്രതിഫലം തന്നെ കൊടുക്കേണ്ടതുണ്ട്. നരകം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രതിഫലവുമാകുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയ ശിക്ഷയാകുന്നു. അഅ്ളമു അദാബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശിക്ഷയാകുന്നു. ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ, ഇന്നഹും തീർച്ചയായും അവർ, കാനൂ അവര്, ലാ യർജൂന ഹിസാബാ അവർ ഈ ഹിസാബിനെ പ്രതീക്ഷിച്ചിരുന്നില്ല, അല്ലെങ്കിൽ യഖാഫൂന അവരതിനെ ഭയക്കുന്നവരായിരുന്നില്ല. ഇങ്ങനെ ഒരു നാളെ വിചാരണ ഉണ്ടാകുമെന്നതിനെ അവർ ഭയന്നിരുന്നില്ല. എന്തുകൊണ്ട്? ലിൻകാരിഹിം അൽ ബഅസ്, അവർ ബഅസിനെ നിഷേധിച്ചിരുന്നത് കൊണ്ട്. പുനർജന്മം തന്നെ ഇല്ല എന്നായിരുന്നു അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വിചാരണയെ അവർ ഭയന്നിരുന്നില്ല. വകദ്ദബൂ ബിആയാതിന, നമ്മുടെ ആയത്തുകളെ, അതായത് അൽ ഖുർആനിനെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, അഥവാ നമ്മുടെ ഈ ഖുർആനിനെ അവർ അവിശ്വസിച്ചു. കിദ്ദാബൻ തക്ദീബൻ, ഒരു വലിയ കളവാക്കൽ, ഒരു വല്ലാത്ത കളവാക്കൽ അവർ കളവാക്കിയതിനെ. വകുല്ല ശൈഇൻ, എല്ലാ കാര്യവും, മിനൽ അഅ്മാൽ പ്രവർത്തനങ്ങളായിട്ട്, അവരുടെ എല്ലാ കർമ്മങ്ങളും, അഹ്സൈനാഹു അതിനെ നാം ക്ലിപ്തമാക്കിയിരിക്കുന്നു, ലബത്നാഹു അതിനെ നാം കൃത്യമായി ക്ലിപ്തമാക്കി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. കിതാബൻ ഒരു രേഖപ്പെടുത്തൽ, അതായത് അഹ്സൈനാഹു ഇഹ്സാഅൻ എന്നാണ്. നമ്മൾ മഫൂൽ മുത്ലഖൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഒരു ഫീൽ പറഞ്ഞിട്ട് അതിന്റെ തന്നെ മസ്ദർ മഫൂലായിട്ട് പറയാം, ഒരു ക്ലിപ്തപ്പെടുത്തൽ. മേലെ കദ്ദബു കിദ്ദാബ എന്ന് പറഞ്ഞതുപോലെ അഹ്സൈനാഹു ഇഹ്സാഅ എന്നാണ്. അപ്പൊ ആ ഇഹ്സാഅൻ എന്ന അർത്ഥത്തിൽ നിന്നുള്ള ഒരു മസ്ദറാണ് എന്ത്? കിതാബൻ എന്നത്. ഒരു നഹ്വി ആയിട്ടുള്ള ഒരു വശാണ് അവിടെ പറയുന്നത് തഫ്സീറിൽ, മസ്ദറുൻ മിൻ മഅനൽ ഇഹ്സാ, ഇഹ്സാ എന്നതിന്റെ അർത്ഥത്തിൽ നിന്നുള്ള ഒരു മസ്ദറാണ് എന്ത്? കിതാബൻ എന്നത്.
അപ്പോൾ ഫമാഅന കിതാബൻ ഇഹ്സാഅൻ, കിതാബൻ എന്നതിന്റെ അർത്ഥം ഇഹ്സാഅൻ എന്നാണ്. ഏതോ ആവട്ടെ. അപ്പം എല്ലാ കാര്യങ്ങളെയും നാം കൃത്യമായിട്ട് ഒരു കണക്കാക്കൽ, ഒരു കൃത്യമായ ഒരു ക്ലിപ്തപ്പെടുത്തൽ നാം ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു, നാം അതിനെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വയുഖാലു ലഹും ഫിൽ ആഖിറ, ആഖിറത്തിൽ അവരോട് പറയപ്പെടും ഫദൂഖു, നിങ്ങൾ രുചിച്ചോളൂ, ജസാഅക്കും, നിങ്ങളുടെ പ്രതിഫലത്തെ. ആഖിറത്തിൽ അവരോട് എന്താ പറയപ്പെടുക? ഫദൂഖു, നിങ്ങൾ രുചിച്ചോളൂ എന്ന് പറയപ്പെടും. എന്ത് രുചിച്ചോളൂ? നിങ്ങളുടെ പ്രതിഫലത്തെ രുചിച്ചോളൂ. ഫലൻ നസീദക്കും, നിങ്ങൾക്ക് നാം അധികരിപ്പിച്ചു തരികയേ ഇല്ല, ഇല്ല അദാബ, അദാബല്ലാതെ, ഫൗഖ അദാബിക്കും, നിങ്ങളുടെ ഈ അദാബിനുമേൽ ഇനിയും അദാബിനെ അല്ലാതെ നാം അധികരിപ്പിച്ചു തരികയില്ല, നിങ്ങൾക്ക് ഒരിളവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് അവരോട് പറയപ്പെടും. ഇന്നലിൽ മുത്തഖീന മഫാസ, എന്നാ നരകം മാത്രമാണോ മരണശേഷമുള്ളത്? ഒരിക്കലുമല്ല. മുത്തഖീങ്ങൾക്ക് അവിടെ മഫാസ് ഉണ്ട്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ഭയഭക്തിയോടെ ജീവിച്ച ആളുകൾക്ക് അവിടെ എന്തുണ്ട്? മഫാസൻ, മക്കാന ഫൗസിൻ, വിജയകേന്ദ്രമുണ്ട്, വിജയത്തിന്റെ സ്ഥലമുണ്ട്. ഹദായിഖ, അതെന്തൊക്കെയാണ്? ഹദായിഖ, അത് ബസാത്തീനുകളാണ്, തോട്ടങ്ങളാണ്. അഅനാബ, മുന്തിരികളാണ്, അല്ലെങ്കിൽ വിവിധങ്ങളായ പഴങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല മുന്തിരി ഉപയോഗിക്കുകയാണ്, മുന്തിരിയാണ്. വകവാഇബ, യുവതികളാണ്, അല്ലെങ്കിൽ പിന്നെ ചെറിയ പെൺകുട്ടികളാണ്. കവാഴിബ് എന്ന വാക്കിന്റെ അർത്ഥമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജവാരി തകഅബത് സദിയുഹുന്ന, അവരുടെ സ്തനം വളർന്ന എന്ന്. അതായത് അതൊരു പിന്നെ ഏതെങ്കിലും ഒരു വേറൊരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കല്ല. കവാഴിബ് എന്നത് അറബിയിൽ ഒരു നിശ്ചിത പ്രായക്കാരായ പെൺകുട്ടികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഈ ഒരു സ്തന വളർച്ച തുടങ്ങിയിട്ടുള്ള ഒരു യുവത്വത്തിന്റെ ആ ഒരു എല്ലാ പ്രസരിപ്പിലേക്കും എത്തിയ പ്രായത്തിലുള്ള പെൺകുട്ടികളെയാണ് കവാഴിബ് എന്ന് പറയാം. നമ്മൾ കൗമാരക്കാർ, യുവതികൾ എന്നൊക്കെ പറയുന്നത് പോലെ അറബി ഭാഷയിൽ ഒരു നിശ്ചിത പ്രായത്തെ സൂചിപ്പിക്കുന്ന, ആ പ്രായത്തിലെത്തിയ പെൺകുട്ടികളെ സൂചിപ്പിക്കുന്ന വാക്കാണ് കവാഴിബ്. അപ്പം ജവാരി, പെൺകുട്ടികൾ, അല്ലെങ്കിൽ കൗമാരക്കാരികളായ അല്ലെങ്കിൽ യുവതികളായ, യൗവനത്തിലേക്ക് പ്രവേശിച്ച നല്ല പിന്നെ ചുറുചുറുക്കുള്ള പ്രായത്തിലുള്ള പെൺകുട്ടികൾ അവിടെയുണ്ട്. അത്രാബൻ, സമപ്രായക്കാരായ, മുസ്തബിയാത്തുൽ അഅ്മാർ, സമപ്രായക്കാരായ കുട്ടികൾ. വകഅസൻ ദിഹാഖ, നിറഞ്ഞ ചഷകങ്ങൾ, നിറഞ്ഞ കോപ്പകൾ. കഅസൻ മാലിഅതൻ ബിൽ ഖംർ, മദ്യം നിറഞ്ഞ കോപ്പകൾ. സ്വർഗത്തിലെ മദ്യമാണ്. അതിനെക്കുറിച്ച് വിശദീകരണങ്ങൾ വേറെ സ്ഥലത്തുണ്ട്, നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ലാ യസ്മഊന ഫിഹ, അതിൽ അവർ കേൾക്കുകയില്ല, അതായത് ഫിൽ ജന്നത്തി, ആ സ്വർഗത്തിൽ അവർ കേൾക്കുകയില്ല, ലഗ്വൻ ബാത്തിലൻ, അതായത് ഒരു നിഷ്ഫലമായ വാക്കുകൾ, ഒരു അർത്ഥരഹിതമായ വാക്കുകളൊന്നും, ഫിൽ ഖൗൽ, ബാത്തിലൻ ഫിൽ ഖൗൽ, ഖൗലിൽ, വാക്കുകളിൽ അല്ലെങ്കിൽ സംസാരത്തിൽ അർത്ഥരഹിതമായ നിഷ്ഫലമായ യാതൊന്നും അവരതിൽ കേൾക്കുകയില്ല. വലാകിദാബൻ തക്ദീബൻ ലിഗൈരിഹി, മറ്റുള്ളവരെ കളവാക്കുന്ന രീതിയിൽ, മറ്റുള്ളവർ കളവാക്കുന്ന രീതിയിലുള്ള നിഷേധങ്ങളും അവരവിടെ കേൾക്കുകയില്ല. അപ്പൊ അവിടെ നല്ല വർത്തമാനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. സത്യസന്ധവും വളരെ പരസ്പര സ്നേഹത്തോടൊക്കെ കൂടിയുള്ള വളരെ അർത്ഥവത്തായ സംസാരങ്ങൾ മാത്രമേ അവിടെ കേൾക്കുകയുള്ളൂ. നിരർത്ഥകമായ സംസാരങ്ങളൊന്നും അവിടെ അവർക്ക് കേൾക്കേണ്ടി വരികയില്ല. നമ്മൾ ഭൂമിയിൽ പല രീതിയിലുള്ള വർത്തമാനങ്ങളും കേൾക്കേണ്ടി വരില്ല. ചില ആൾക്കാർ നമ്മൾ ആക്ഷേപിക്കും, പരിഹസിക്കും, കുറ്റപ്പെടുത്തും, കളവായിട്ടുള്ള വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറയും, അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷെ സ്വർഗത്തിൽ ഇതൊന്നുമില്ല. മനോഹരമായ സംസാരങ്ങൾ മാത്രം, നല്ല കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങൾ മാത്രം, അതുപോലെ തന്നെ നിറഞ്ഞ കോപ്പുകളും സമപ്രായക്കാരായ പെൺകുട്ടികളും, അതുപോലെ അവർക്ക് ആസ്വാദനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് എല്ലാവിധ സൗകര്യങ്ങളും, തോട്ടങ്ങളും ഫ്രൂട്ട്സും എല്ലാ കാര്യങ്ങളുമായിട്ട് വളരെ രസകരമായ സന്തോഷകരമായ ജീവിതമാണ്. ജസാഅൻ മിർ റബ്ബിക, താങ്കളുടെ റബ്ബിൽ നിന്നുള്ള പ്രതിഫലമായിട്ട്. ജസാഹുമുല്ലാഹു ബിദാലിക, അതുകൊണ്ട് അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകിയിരിക്കുന്നു. ജസാഅൻ, ഒരു വല്ലാത്ത പ്രതിഫലം. അതാഅൻ ഹിസാബൻ, അതൊരു കൃത്യമായി കണക്കാക്കപ്പെട്ട അല്ലെങ്കിൽ കണക്കൊത്ത പ്രതിഫലമായിട്ട്. ആദ്യം പറഞ്ഞ ജസാഇന്റെ ഒരു ബദലാണ് രണ്ടാമതുള്ള അതാ എന്ന് പറയുന്നത്. ജസാഅൻ മിർ റബ്ബിക, അത് താങ്കളുടെ റബ്ബിൽ നിന്നുള്ള ഒരു പ്രതിഫലമായിട്ടാകുന്നു. അള്ളാഹു അവർക്ക് താങ്കളുടെ റബ്ബിൽ നിന്നുള്ളൊരു കൃത്യമായ പ്രതിഫലം നൽകിയിരിക്കുന്നു. അതാഅൻ ഹിസാബ, അത് തന്നെ കസീറായിട്ടുള്ള, ഹിസാബൻ എന്നതിന്റെ തഫ്സീർ കസീറൻ എന്നാണ്, ധാരാളമായ സമ്മാനമായിട്ട്, നൽകലായിട്ട്, ധാരാളമായിട്ടുള്ള ഒരു കണക്കില്ലാത്ത പ്രതിഫലമായിട്ട് അള്ളാഹു ആ പ്രതിഫലം അവർക്ക് നൽകിയിരിക്കുന്നു. ഏത് റബ്ബ്? താങ്കളുടെ റബ്ബിൽ നിന്നുള്ള എന്ന് പറഞ്ഞല്ലോ. ആ റബ്ബ് റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, അസ്സമാവാത്തിന്റെയും അർളിന്റെയും അവക്കിടയിലുള്ള വമാ ബൈനഹുമായുടെയും റബ്ബായ അള്ളാഹു, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ള സകലതിന്റെയും റബ്ബായ അർ റഹ്മാനി, പരമകാരുണ്യവാനുമായ ആ റബ്ബിൽ നിന്നുള്ള പ്രതിഫലമായിട്ട്. ലാ യംലികൂന മിൻഹു ഖിതാബ,
ആ അത് അന്നത്തെ ദിവസത്തെ കുറിച്ചാണ് എന്ന് താഴത്തെ യൗമയഖൂമു റൂഹു എന്നതിൽ നിന്ന് അത് പറയുമ്പം അവിടെ നമ്മൾ പറയും ലൊർഫുൽ ലായം ലിക്കൂന. ഈ ലായം ലിക്കൂനന്റെ ലൊർഫാണ് താഴെ പറയുന്ന യൗം എന്ന് പറയുന്നുണ്ട്. അതായത് അന്ത്യനാളിലെ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് എന്നർത്ഥം. ലായം ലിക്കൂന അന്നത്തെ ദിവസം, അന്ത്യനാളിലെ അന്നത്തെ ദിവസത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ലായം ലിക്കൂനൽ ഖൽഖ്, സൃഷ്ടികൾക്ക് അധികാരമുണ്ടാവുകയില്ല. മിൻഹു തആല, ആ അള്ളാഹുവിനോട് ഖിതാബൻ, ഒരു സംസാരം നടത്തുന്നതിന് വേണ്ടിയിട്ട്. ആ ദിവസം അള്ളാഹുവിനോട് സംസാരിക്കാൻ പോലും സൃഷ്ടികൾക്ക് സാധിക്കുകയില്ല. അത്രയും ഉന്നതനായ റബ്ബ് എന്ന് സൂചിപ്പിക്കാനാണത്. എന്ന് പറഞ്ഞാൽ ലാ യഖ്ദിറു അഹദുൻ, ഒരാൾക്കും സാധിക്കുകയില്ല അൻ യുഖാതിബഹു, അള്ളാഹുവിനോട് സംസാരിക്കാൻ, ഖൗഫൻ മിൻഹു, അള്ളാഹുവിനോടുള്ള ഭയത്താൽ. അള്ളാഹുവിനോടുള്ള ഭയത്താല് ഒരു സൃഷ്ടിക്കും അവനോട് സംസാരിക്കാൻ, അവനോട് സംഭാഷണം നടത്താൻ സാധിക്കാത്ത അത്രയും ഉന്നതനായ എന്നാലോ കാരുണ്യവാനായ റബ്ബ്, സമാവാത്തിന്റെയും അർളിന്റെയും അതിന്റെ ഇടയിലുള്ള സകലതിന്റെയും ഒക്കെ റബ്ബുമായിട്ടുള്ള താങ്കളുടെ നാഥനിൽ നിന്നുള്ള പ്രതിഫലമായിട്ടാണ് ഇതൊക്കെ അവർക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ലായം ലിക്കൂന മിൻഹു ഖിതാബ എന്ന് പറഞ്ഞതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. യൗമ യഖൂമുർ റൂഹ്, റൂഹ് നിൽക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം നിൽക്കുന്ന ദിവസം. അന്നത്തെ ദിവസമാണ് ഈ സംസാരിക്കൂല എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ആ ദിവസം വൽ മലായികത്തു, റൂഹ് എന്ന് പറഞ്ഞ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. വൽ മലായികത്തു, മറ്റു മലക്കുകളും ഒക്കെ നിൽക്കുന്ന ദിവസം. എങ്ങനെ നിൽക്കും? സഫൻ മുസ്തഫീന, നിരനിരയായി അണിയൊപ്പിച്ച് നിൽക്കുന്ന ദിവസം. ലാ യതകല്ലമൂന, അന്ന് സംസാരിക്കുകയില്ല. കണ്ടോ, നേരത്തെ ലാ യംലികൂന മിൻഹു ഖിതാബ എന്ന് പറഞ്ഞതിന്റെ തന്നെ വേറൊരു എക്സ്പ്ലനേഷൻ ആണ്. അന്ന് സംസാരിക്കുകയില്ല. ലാ യതകല്ലമൂന, അന്ന് സംസാരിക്കുകയില്ല. അയൽ ഖൽഖു, സൃഷ്ടികൾ സംസാരിക്കൂല. ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ, റഹ്മാനായ റബ്ബ് അനുമതി നൽകിയവരല്ലാതെ. ഫിൽ കലാം, സംസാരിക്കാൻ അള്ളാഹു പ്രത്യേകം അനുമതി കൊടുത്തവരല്ലാതെ അന്നത്തെ ദിവസം സംസാരിക്കുകയില്ല. പിന്നെയോ വഖാല ഖൗലൻ സവാബ, ശരിയായ വാക്കുകൾ പറഞ്ഞവരുമല്ലാതെ, ശരിയായ സത്യമായ വാക്കുകൾ പറയുകയും അള്ളാഹു അനുമതി നൽകുകയും ചെയ്യുന്ന ആളുകളല്ലാതെ അന്നത്തെ ദിവസം സംസാരിക്കുകയില്ല. അപ്പൊ അതാരായിരിക്കും? തൃപ്തിപ്പെട്ട ആളുകൾക്ക്, അള്ളാഹുവിന് അവരിഷ്ടപ്പെടുന്ന ആളുകളെക്ക് വേണ്ടിയിട്ട് ഷഫാഅത്ത് ചെയ്യാനൊക്കെ അനുമതിയുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ആളുകളല്ലാതെ അന്നത്തെ ദിവസം എന്തെങ്കിലും മിണ്ടാൻ കഴിയില്ല. എല്ലാ മനുഷ്യരും മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും അത്. അന്ന് അള്ളാഹു നല്ല ആളുകൾക്ക്, മുത്തഖീങ്ങൾക്ക് മഫാസ് കൊടുക്കും. അതേസമയം ചീത്ത ആളുകൾക്ക് ജഹന്നമിൽ മിർസാദായി കൊണ്ട് കാത്തിരിക്കുന്ന ജഹന്നമിൽ അപ്പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാ ശിക്ഷയും നൽകപ്പെടുകയും ചെയ്യും. ദാലിക യൗമുൽ ഹഖ്, ദാലിക അത് അൽ യൗമുൽ ഹഖ്, സത്യമായ ദിവസമാകുന്നു. അസ്സാബിതു വുഖൂഉഹു, അത് സംഭവിക്കൽ ഉറപ്പായിട്ടുള്ള ദിവസമാകുന്നു. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബ, ഫമൻ ശാഅ, ആരെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഇത്തഖദ ഇലാ റബ്ബിഹി മആബ, അവൻ തന്റെ റബ്ബിലേക്ക് ഒരു വഴി കണ്ടെത്തിക്കൊള്ളട്ടെ. തന്റെ റബ്ബിലേക്കുള്ള ഒരു മടക്ക വഴി അവൻ കണ്ടെത്തിക്കൊള്ളട്ടെ. മർജിഅൻ ഹസനൻ, ഒരു നല്ല മടക്കം. ബിതാഅതിഹി, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടുള്ള ഒരു നല്ല മടക്കത്തിലേക്ക് അവൻ ഒരു വഴി കണ്ടെത്തട്ടെ. എന്തിന്? ലിയസ്ലമ മിനൽ അദാബ്, അദാബിൽ നിന്ന് അവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതൊക്കെയാണ് ആഖിറത്തിൽ നടക്കാൻ പോകുന്നത്. നിഷേധിക്കുന്ന ആളുകൾക്ക് ഇത്രയും വലിയ ശിക്ഷകളാണുള്ളത്. അതേസമയം വിശ്വസിക്കുന്ന, ഭക്തിയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് എല്ലാവിധ സുഖങ്ങളുമാണുള്ളത്. ഇതൊക്കെ സത്യമാണ്, ഇത് ഉറപ്പാണ്, സംഭവിക്കും. നിങ്ങൾ നിഷേധിച്ചാലും ഇല്ലെങ്കിലും ഇതൊക്കെ സംഭവിക്കുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് വേണ്ടവർ ഒരു ശരിയായ വഴി സ്വീകരിച്ചു കൊള്ളട്ടെ. അള്ളാഹു അവസാനമായിട്ട് ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, ഇന്ന അൻദർനാക്കും, ഇന്ന തീർച്ചയായും നമ്മൾ, അൻദർന നാം മുന്നറിയിപ്പ് നൽകുന്നു, കും നിങ്ങൾക്ക്, അയ്യുഹൽ കുഫാർ അവിശ്വസിക്കുന്ന ആളുകളെ എന്ന് അള്ളാഹു താല വിളിക്കുമ്പം അള്ളാഹുവിന്റെ ഈ മരണശേഷമുള്ള പ്രതിഫലത്തെക്കുറിച്ച്, അള്ളാഹു നൽകാൻ പോകുന്ന രക്ഷാശിക്ഷകളെ കുറിച്ച് ഉറച്ച വിശ്വാസമില്ലാത്ത എല്ലാ ആളുകളോടും അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് നാം മുന്നറിയിപ്പ് നൽകുന്നു. അദാബൻ ഖരീബ, ഒരടുത്ത ശിക്ഷയെ, അടുത്ത് തന്നെയുള്ള ഒരു ശിക്ഷയെ. അത് ഏതാണ് ഈ ശിക്ഷ? അടുത്ത് തന്നെയുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ അദാബ് യൗമുൽ ഖിയാമ, അന്ത്യനാളിലെ ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്. അൽ ആത്തി, വരാനിരിക്കുന്ന. വകുല്ലു ആത്തിൻ ഖരീബ്, വരാനിരിക്കുന്നതൊക്കെ അടുത്ത് തന്നെയാണ്. അള്ളാഹു പറയാനത് ഒരുപാട് കാലങ്ങൾക്ക് പുറത്താണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അടുത്തു തന്നെ വരാനിരിക്കുന്ന, ഉറപ്പായിട്ടും വരാനിരിക്കുന്ന ഒരു ശിക്ഷയെ കുറിച്ച് തീർച്ചയായും നാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അന്ന് യൗമ യൻദുറുൽ മർഉ, അത് ഏത് ദിവസമാണ് സംഭവിക്കുക? യൗമ യൻദുറുൽ മർഉ, മനുഷ്യർ നോക്കുന്ന ദിവസം.
മനുഷ്യർ എന്ന് പറഞ്ഞാൽ കുല്ലുംബ്രീൻ, ഓരോ മനുഷ്യനും നോക്കുന്ന ദിവസം, മാ ഖദ്ദമത് യദാഹു, അവന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് അവൻ ആലോചിക്കുന്ന ദിവസം എന്നർത്ഥം. മിൻ ഖൈരിൻ വശർ, നന്മയും തിന്മയുമായിട്ട് അവൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ അവൻ ആലോചിക്കുന്ന ആ ദിവസം, ആ ദിവസത്തെക്കുറിച്ച്, ആ ദിവസം ഉണ്ടാകാൻ പോകുന്ന അദാബിനെ കുറിച്ച്. വയഖൂലുൽ കാഫിറു, മാത്രമല്ല അവിശ്വസിച്ച ആളുകൾ അന്ന് പറയും, അവിശ്വസിച്ചവൻ പറയും, യാ ലൈതനി കുന്തു തുറാബ, ഞാൻ മണ്ണായിരുന്നെങ്കിൽ എന്നവൻ പറയുകയും ചെയ്യുന്ന ദിവസം. ഞാൻ മണ്ണായിരുന്നെങ്കിൽ എന്ന് പറയും. ഫല വഅദ്, അങ്ങനെ ഞാൻ ശിക്ഷിക്കപ്പെടാതിരിക്കുമായിരുന്നല്ലോ, ഞാൻ മണ്ണായിരുന്നെങ്കിൽ, അങ്ങനെ ഞാൻ ശിക്ഷിക്കപ്പെടാതിരുന്നെങ്കിൽ എന്ന് അവിശ്വാസി പറയുന്ന ആ ദിവസം. യഖൂലു ദാലിക, അതെപ്പോഴാ പറയാ? അതവൻ പറയും ഇൻദമാ യഖൂലുല്ലാഹു ലിൽ ബഹാഇമി, ബഹായിമിനോട്, മൃഗങ്ങളോട് അള്ളാഹു പറയുന്ന സമയത്ത്, ബഅദൽ ഇഖ്തിസാസി, പ്രതികാരമെടുത്ത ശേഷം, മിൻ ബഅദിഹാ ലി ബഅദ്, അവർ പരസ്പരം, അല്ലെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, കൊമ്പുള്ള മൃഗം കൊമ്പില്ലാത്ത മൃഗത്തെ ഉപദ്രവിച്ചാല് അള്ളാഹു തആല എന്ത് ചെയ്യും? അന്നത്തെ ദിവസം അപ്പുറത്തുള്ള മൃഗത്തിന് കൊമ്പ് കൊടുത്ത് ഇപ്പുറത്തുള്ള മൃഗത്തോട്, ആക്രമിക്കപ്പെട്ട മൃഗത്തിന് കൊമ്പ് കൊടുത്തിട്ട് അതിനോട് അക്രമിയെ കുത്തിക്കൊള്ളാൻ പറയും. അങ്ങനെ പരസ്പരം പ്രതികാരം കൊടുക്കുന്ന ദിവസം. ആ പ്രതികാരം എടുത്തതിന് ശേഷം മൃഗങ്ങളോട് അള്ളാഹു പറയും, കൂനു തുറാബ, നിങ്ങളൊക്കെ മണ്ണായിക്കൊള്ളൂ എന്ന് പറയും. മൃഗങ്ങൾക്ക് ദുനിയാവിൽ അവർ ചെയ്ത അക്രമങ്ങൾക്കൊക്കെ ആഖിറത്തിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രതികാരം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ രക്ഷയും ശിക്ഷയൊന്നുമില്ല, അതൊക്കെ അവിടെ തന്നെ നശിച്ചു തീരും, അവരോട് മണ്ണാവാൻ പറയും. ആ സമയത്ത് അവിശ്വാസിയും പറയും, ഞാനും ഇങ്ങനെ മണ്ണായി പോയിരുന്നെങ്കിൽ എനിക്കിങ്ങനെ അഹ്ഖാബൻ, കാലങ്ങളോളം നരകത്തിൽ, അനന്തമായ കാലം നരകത്തിൽ കിടക്കേണ്ടി വരില്ലായിരുന്നല്ലോ. വമൽ ജിന്നു, അതേസമയം ജിന്നാണെങ്കിൽ ഫഹും മുക്കല്ലഫൂന, അവര് പിന്നെ മുക്കല്ലഫീങ്ങൾ തന്നെയാണ്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാൻ ബാധ്യത ഉള്ള ആളുകൾ തന്നെയാണ്. കല്ലിൻസി, മനുഷ്യരെ പോലെ തന്നെ, യുസാബൂന, അവര് സവാബ് നൽകപ്പെടും, വയുഅഖബൂന, അവർക്ക് ശിക്ഷയും നൽകപ്പെടും, പ്രതിഫലം നൽകപ്പെടും, ശിക്ഷയും നൽകപ്പെടും. അപ്പൊ അവര് നന്മ ചെയ്ത ആളുകൾ നമ്മളെ പോലെ സ്വർഗത്തിലുണ്ടാവും, തിന്മ ചെയ്ത ആളുകൾ നരകത്തിലും ഉണ്ടാവും. മനുഷ്യരെ പോലെ തന്നെയാണ് ജിന്നുകൾ. അപ്പൊ ഈ സൂറത്തിലെ അന്ത്യനാളിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് കൃത്യമായ മറുപടി അള്ളാഹു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കഴിവിനെ കുറിച്ചുള്ള വിശദീകരണമുണ്ട്. അതുപോലെ അന്ത്യനാളിന്റെ അവസ്ഥകളെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സൗഭാഗ്യം നേടിയ ആളുകൾക്ക്, നന്മ ചെയ്ത് സ്വർഗത്തിന്റെ അവകാശികളായവർക്കും, അതേപോലെ തിന്മ ചെയ്ത് നരകത്തിന്റെ അവകാശികളായി തീർന്ന നിർഭാഗ്യവാന്മാർക്കും ഒക്കെ അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വിശദീകരണങ്ങളുണ്ട്. ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വളരെ അന്ത്യനാളിനെ കുറിച്ചും അതിൽ വിശ്വസിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും അത് എത്രത്തോളം യുക്തിഭദ്രമാണ് എന്നതിനെ കുറിച്ചും ഒക്കെ കൃത്യമായി പറയുന്ന ഒരു പാഠമാണ്, ഒരു സൂറത്താണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ സൂറത്തു നബഅ സംവിധാനിച്ചു വെച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. സ്വാദിഷ്ടമായ പഠനം സ്വാദ് മീഡിയക്കൊപ്പം. സ്വാദ് ലിസ്സിഗാർ.